പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. സാധാരണ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ ഒരു കണ്ണിമാങ്ങ അച്ചാറിന് ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വർഷം വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഈ ഒരു കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കിലോഗ്രാം കണ്ണിമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ട് എടുത്ത് വെച്ചതാണേ. ഇനി നമുക്ക് ഇതാദ്യം ഒരു 2 ആഴ്ച വരെ ഉപ്പിലിട്ട് വെക്കണം. അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തത്. എൻ്റെ കയ്യിൽ ഭരണി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പാത്രം എടുക്കുന്നത്. ഭരണി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കല്ലുപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപ്പിലിട്ടിട്ട് വെക്കുന്നത് നോക്കാം. ആദ്യം ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലായിട്ട് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മാങ്ങ ഓരോന്നായിട്ട് അടിയിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഞെട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഇതിലുള്ള ചെനയെന്ന് നമ്മൾ പറയും, ആ ഒരു കറയുണ്ടാവുമല്ലോ, അതോട് കൂടിയിട്ട് വേണം നമ്മൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു അച്ചാറിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് പുറത്ത് കളയാതെ ഈ ഒരു ചെനയോട് കൂടി തന്നെ നമ്മൾ ഇതിലിട്ട് വെച്ചാൽ മതി. ആദ്യം ഒരു ലെയർ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് വീണ്ടും കല്ലുപ്പിട്ട് കൊടുക്കുക. ഇതുപോലെ മാങ്ങ തീരുന്നത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതിയേ. ഒരു ലെയർ ഇട്ട് കൊടുക്കുക, മുകളിൽ ഉപ്പിട്ട് കൊടുക്കുക, അതുപോലെ അടുത്ത ലെയർ വെച്ച് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. ഇതേപോലെ മാങ്ങ തീരുന്നത് വരെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കേണ്ടതുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്ന അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഈ ഒരു അച്ചാറിന് ആവശ്യമില്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ മാങ്ങ മുഴുവനായിട്ടും ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് കുറച്ചുകൂടി കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് ഒരു 2 ആഴ്ച വരെ ഒന്ന് വെക്കണം. നന്നായിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് വേണം അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച തുറക്കാതെ നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. കാരണം അടിയിലുള്ള മാങ്ങയൊക്കെ ഒന്ന് മുകളിലാക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ മുകളിലത്തെ മാങ്ങ ചിലപ്പോൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ നമ്മൾ പാത്രം കയ്യിലെടുത്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി. ചിലരൊക്കെ 1 മാസം 1.5 മാസമൊക്കെ ഇതുപോലെ ഉപ്പിലിട്ടിട്ട് വെക്കാറുണ്ട്. അതിന് ശേഷമാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഇതൊരു ഏകദേശം ഒരു 20 ദിവസം വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20 ദിവസത്തിന് ശേഷം നമുക്കിത് ഓപ്പണാക്കി നോക്കാം. നമ്മൾ നിറയെ ഇട്ട് വെച്ചതാണ്. ഇതിപ്പോൾ പകുതി ആയിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് ചുക്കി ചുളിഞ്ഞിട്ടുണ്ടോ, നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു മാങ്ങയും വെള്ളവും ഞാൻ വേറെ വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. വേറെ പാത്രത്തിലോട്ട് മാങ്ങ മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഈ ഒരു വെള്ളം ഇതിൽ നിന്ന് മാറ്റിയെടുത്താൽ മതി. അപ്പം ഞാനൊരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഈ മാങ്ങ ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇത്രയും വെള്ളം നമ്മൾ ഒഴിക്കാതെ ഉപ്പിൽ നിന്നും വന്നതാണ്. അപ്പോൾ ഇനിയൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ 2 പകുതി എടുത്താൽ മതിയേ. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വരെ കടുക് വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ വരെ കായം പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം. അപ്പം ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതെ ഇത് ചൂടാക്കി എടുക്കണേ.
അതിനുശേഷം നമ്മൾ ഈ ഒരു മാറ്റി വെച്ച മാങ്ങയുടെ വെള്ളം ഉണ്ടല്ലോ അതിലോട്ട് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇടുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊന്നും ഈ ഒരു അച്ചാറിന് ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പൊടികൾ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു 2 ദിവസം കൂടി ഞാൻ വെക്കുന്നുണ്ട്. ഈ ഒരു മാങ്ങയിലോട്ട് മുളകൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്, മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെക്കുന്നത്. ഇപ്പോൾ കുറച്ച് ലൂസായ പോലെ തോന്നുമെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇതൊരു 2 ദിവസത്തേക്ക് ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. 2 ദിവസത്തിന് ശേഷം ഞാനിത് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, മാങ്ങയിലോട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേനു. ഇപ്പം നന്നായിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലോട്ട് മാറ്റണം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അച്ചാറൊക്കെ ഇടുമ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ടും ഈ ഒരു ബോട്ടിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ അച്ചാർ കേടായി പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 1 വർഷം വരെയൊക്കെ ഒരു കേടും കൂടാതെ ഈ ഒരു അച്ചാർ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും മാങ്ങയിലോട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ലെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് എയർ ടൈറ്റായിട്ട് അടച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിമാങ്ങ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്